എന്തിനായിരുന്നു അവന്തിക നെല്ലിശ്ശേരി സേതുമാധവനോടും കുടുംബത്തോടും ഇങ്ങനെ ചെയ്തത്? പ്രതികാരം. എന്ത് പ്രതികാരമെന്നൊന്ന് വിശദീകരിക്കാവോ? പറയാം. നിങ്ങൾ ആരാണെന്ന് ഈ കോടതിക്ക് മുമ്പിലൊന്ന് വ്യക്തമാക്കാവോ? ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവനിൽ എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നത്. എന്റെ പേര് അനഘ. ഞാൻ ഈ കേസിലെ പ്രതിയായ അവന്തികയുടെ സ്വന്തം സഹോദരിയാണ്. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യുവർ ഓണർ, അപൂർവങ്ങളിൽ അപൂർവമായൊരു സാക്ഷിയാണിത്. അവന്തികയുടെ സഹോദരിയാണെങ്കിലും അനഘയെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ഈ കേസിലെ വാദിയായ സച്ചിയും കുടുംബവുമാണ്. വക്കീലേ, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ചോദ്യങ്ങളൊന്നുമില്ല യുവർ ഓണർ. അനഘയ്ക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പറഞ്ഞോളൂ. എന്റെ ചേച്ചി നന്ദേട്ടനെ വിവാഹം കഴിച്ച് നെല്ലിശ്ശേരിയിൽ എത്തിയതോടെയാണ് ഞാനും അവിടേക്ക് വന്നത്. പക്ഷെ നന്ദേട്ടന്റെ ഭാര്യയായി ആ കുടുംബത്തിന്റെ നല്ല മരുമകളായി ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ല എന്റെ ചേച്ചി നെല്ലിശ്ശേരിയിലേക്ക് വന്നത്. പിന്നെ എന്തായിരുന്നു അവന്തികയുടെ ലക്ഷ്യം? സേതുമാധവനെയും നെല്ലിശ്ശേരി വീട്ടിലെ ഓരോരുത്തരെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു ചേച്ചിയുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാ ചേച്ചി എന്നെയും നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ എനിക്കും അവിടെ ഉള്ളവരോട് വെറുപ്പായിരുന്നു. പക്ഷെ അച്ഛനും ഏട്ടന്മാരും സ്നേഹയും എല്ലാം നല്ലവരായിരുന്നു. അവരെല്ലാവരും എന്നെ ഒരു മകളെപ്പോലെയും അനിയത്തെപ്പോലെയും ഒരുപാട് സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷെ അവരെ എല്ലാവരെയും ചതിച്ച് ആ വീട് ഇല്ലാതാക്കിയതും സ്വത്ത് തട്ടിയെടുത്തതും എന്റെ ചേച്ചിയാ. ആ വീട്ടിൽ അർച്ചനയെടുത്തിയായിരുന്നു ചേച്ചിയുടെ ഏറ്റവും വലിയ ശത്രു. നെല്ലിശ്ശേരി വീടിന്റെ സർവനാശം, അവിടെയുള്ള ഓരോരുത്തരുടെയും മരണം, അതായിരുന്നു എന്റെ ചേച്ചിയുടെ ലക്ഷ്യം. അതിനെല്ലാം തടസ്സമായി നിന്നത് ഒരേ ഒരാളായിരുന്നു, അർച്ചനയെടുത്തി. അർച്ചനയെടുത്തിയുടെയും സച്ചേട്ടന്റെയും ജീവിതം തകർത്ത് അവരെ രണ്ടാക്കുകയായിരുന്നു എന്റെ ചേച്ചിയുടെ ലക്ഷ്യം. എന്തിനായിരുന്നു അവന്തിക നെല്ലിശ്ശേരി സേതുമാധവനോടും കുടുംബത്തോടും ഇങ്ങനെ ചെയ്തത്? പ്രതികാരം. എന്ത് പ്രതികാരമെന്നൊന്ന് വിശദീകരിക്കാവോ? പറയാം. നോക്ക്, ഇനിയും നിമഞ്ജനം ചെയ്യാത്ത എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഇത്. നിങ്ങളുടെ ചതിയിൽ മനംനൊന്ന് ആത്മഹത്യ ചെയ്താ എന്റെ അച്ഛൻ വിനയചന്ദ്രന്റെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ചിതാഭസ്മം. എന്റെ അച്ഛന്റെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല.
നിങ്ങളുടെ നെല്ലിശ്ശേരി വീടിന്റെ തകർച്ച പൂർണ്ണമായ മാത്രമേ ഞാൻ എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യൂ. എന്നെ മാത്രമല്ല ചേച്ചി നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. ചേച്ചിയുടെ പഴയ കാമുകനായ ധനുഷിനെയും ചേച്ചി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ വീട്ടിൽ നടന്നതെല്ലാം ചതിയായിരുന്നു. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെയും അർച്ചനയിടത്തെയും വിഷം കൊടുത്തു കൊല്ലാൻ വരെ ഈ നിൽക്കുന്ന എന്റെ ചേച്ചി ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അവന്തിക നെല്ലിശ്ശേരിയിൽ ചെയ്ത ചതികൾ എന്തൊക്കെയായിരുന്നു? പറയാം, എല്ലാം ഞാൻ പറയാം. ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. സേതുമാധവൻ അവന്തികയുടെ പേർക്ക് എഴുതി കൊടുത്ത പ്രമാണം, കമ്പനിയുടെ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കടലാസുകളും ഇതിലുണ്ട്. ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരിലാണ്. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളൊന്നും സച്ചിയേട്ടന്റെ അച്ഛൻ എന്റെ ചേച്ചിക്ക് സന്തോഷത്തോടെ എഴുതി കൊടുത്തതൊന്നുമല്ല. ചേച്ചി അച്ഛനെ മുൾമുനയിൽ നിർത്തി നിർബന്ധിച്ച് എഴുതി വാങ്ങിച്ചതാ. പാവം എന്റെ സച്ചിയേട്ടനും അർച്ചനയെടുത്തിയും അവരെ തമ്മിൽ പിരിച്ചതും എന്റെ ചേച്ചിയുടെ ഗൂഢാലോചനയാ. കഴിഞ്ഞ 10 വർഷമായിട്ട് അർച്ചനയെടുത്തിയും കുഞ്ഞും എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിലാ ഇന്ന് നെല്ലിശ്ശേരി കുടുംബം താമസിക്കുന്നത്. അവർക്ക് നീതി കിട്ടണം. കോടതി അവരോട് കരുണ കാണിക്കണം. എനിക്കൊന്നും വേറെ പറയാനില്ല. You may step down.